ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ എന്താകും, നിങ്ങളുടെ ലൈഫിൽ നിന്നും തേർഡ് പാർട്ടി റിമൂവായി പോകുമോ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ 2 പൈൽസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന ഒരു പൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. 1 മിനിറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു പൈൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എനർജി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന ഒരു പൈൽ ചൂസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള റീഡിങ്സ് കേൾക്കാവുന്നതാണ്. ആൻഡ് ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ പൈൽ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിങ്സ് ഫസ്റ്റ് നോക്കാം. സോ പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവർ മൈൻഡിൽ നിന്ന് റിലാക്സ് ആൻഡ് കാമാക്കിയിരിക്കുക. പോസിറ്റീവ്സ് മാത്രം ചിന്തിക്കുക കേട്ടോ. Okay. Knight of Pentacles, 5 of Cups, 4 of Swords, Hermit, Hierophant, Justice, 9 of Wands, Star card, Moon card and 3 of Swords. ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഹൈ പ്രീസ്റ്റസ് കാർഡാണ് വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു വ്യക്തി ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇതിൽ മാത്രം ഫോക്കസ് ചെയ്താണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ലൈഫിൽ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ കറണ്ട് എനർജി നോക്കുമ്പോഴത്തേക്കും ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ കാർഡാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്കൊരു തെറ്റായി പോയ തീരുമാനം എന്നൊരു തോന്നലൊക്കെ ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇമോഷണലി ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു സിറ്റുവേഷൻ കൊണ്ട്. ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഇമോഷണൽ ലോസും ഇതൊക്കെയാണ് ഇപ്പോൾ കറണ്ട് എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് 4 ഓഫ് സോർട്സ്. സോ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു ബ്രേക്കാണ് വേണ്ടത്. കാരണം അത്രയും മെൻ്റൽ സ്ട്രെസ്സിലൂടെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനോ ഒന്നിനും ആ ഒരു വ്യക്തി തയ്യാറല്ല. കാരണം അത്രയും ഡിസപ്പോയിൻമെൻറ്റ്സിലൂടെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ആ ഒരു വ്യക്തിക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ആ ഒരു വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് പോയപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നുമല്ല, സത്യം എന്താണെന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ആ വ്യക്തിക്ക് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊക്കെ കിട്ടിത്തുടങ്ങി എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഹീറോഫൻ്റാണ് വന്നിട്ടുള്ളത്. സോ ആ ഒരു വ്യക്തി ഇനി നെക്സ്റ്റ് എന്ത് സ്റ്റെപ്പ് എടുക്കുമെന്ന് ചോദിച്ചാൽ ഈ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആചാരപ്രകാരം എന്താണോ കാര്യം അതുമായിട്ട് മൂവ് ഓൺ ചെയ്യുന്നതാണ്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻ്റർ കാസ്റ്റ് അങ്ങനത്തെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തീരുമാനമായിരിക്കും ആ ഒരു വ്യക്തി എടുക്കുക എന്നുള്ളതായിരിക്കും. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അദ്ദേഹം ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കേസിൽ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു സ്പിരിച്വൽ ഗൈഡൻസോടുകൂടി ലൈഫിലെ ഡിസിഷൻസ് ഇനി അങ്ങോട്ട് എടുക്കും, നിയർ ഫ്യൂച്ചറിൽ എടുക്കുമെന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ട്രൂത്ത് അല്ലെങ്കിൽ ആ ഒരു കർമ്മ അത് ആക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു പോയിന്റിലേക്ക് എത്താൻ പോകുന്നു. അവിടെ എന്താണോ സത്യം, എന്താണോ നീതി, അത് തെളിയാൻ പോകുന്നു എന്നുള്ളതാണ്. ആ ഒരു വ്യക്തി ഒരു റോങ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയിലാണ് അകപ്പെട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനുള്ള
കർമ്മ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റൊക്കെ ആ ഒരു വ്യക്തി അനുഭവിക്കാൻ പോകുന്നു. എന്തെല്ലാമാണ് ആ ഒരു കാര്യങ്ങൾ, അദ്ദേഹം എന്തിലൊക്കെയാണ് അകപ്പെട്ടു പോയത്, എല്ലാ സത്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. 9 ഓഫ് വോൺസ് പറയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഹേർട്ടായിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ആ ഒരു വ്യക്തി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഇൻറ്റേർണൽ സ്ട്രഗിൾസിലൂടെയൊക്കെയാണ് ആ ഒരു പേഴ്സൺ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. സോ അത് ഒരു ഹീലിങ്ങിൻ്റെയും ഹോപ്പിൻ്റെയൊക്കെ ഒരു കാർഡാണ്. എന്തൊക്കെ സംഭവിച്ചാലും ആ ഒരു വ്യക്തി അതിൽ നിന്നൊക്കെ ഹീലാകുകയും മുന്നോട്ട് പോവുകയും ചെയ്യും, അല്ലെങ്കിൽ ചെയ്യണമെന്നുള്ളതാണ്. അതായത് ഈ സത്യാവസ്ഥയൊക്കെ ആ ഒരു വ്യക്തി മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു വ്യക്തി ലൈഫിൽ മൂവ് ഓൺ ചെയ്യുമെന്നുള്ളതാണ്. ആൻഡ് മൂൺ കാർഡ് വന്നിട്ടുണ്ട്. സോ മൂൺ എനർജി ആ ഒരു ഭയം അല്ലെങ്കിൽ കൺഫ്യൂഷൻസിൻ്റെ ഒക്കെ ഒരു കാർഡാണ്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അദ്ദേഹം ഇപ്പോൾ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ആ ഒരു വ്യക്തിക്ക് വരുമെന്നുള്ളതാണ്. ആൻഡ് ഫൈനലി നമുക്ക് 3 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. സോ 3 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പെയിൻഫുൾ കാർഡാണ്. സോ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതിൽ നിന്നും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. ഇപ്പോൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആണ്, അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ്സിലൂടെയാണ് ആ വ്യക്തി കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അത് എന്താണെന്ന് മനസ്സിലാക്കി അത് അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു ഹോപ്പ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ ഹീൽ ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകാനൊരു പാത്ത് കാണുന്നുണ്ട്. അതല്ല, ഈ തേർഡ് പാർട്ടിയായിട്ട് സ്റ്റിൽ ആ ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ വന്ന ആ ഒരു എനർജിയാണ് 3 ഓഫ് സോർഡ്സ്. ആ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലേക്ക്, ആ ഒരു ഇമോഷണൽ പെയിനിൽ തന്നെ വന്ന് അവസാനിക്കുമെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഹൈ പ്രീസ്റ്റസ് കാർഡാണ്. അതായത് എന്താണോ ആ വ്യക്തിയുടെ മനസ്സ് പറയുന്നത് അത് കേട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് അല്ലെങ്കിൽ അഡ്വൈസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ളത് പേജ് ഓഫ് കപ്സ്, സെക്കൻഡ് വൺ ഡെത്ത് കാർഡ്, ആൻഡ് ഫൈനലി ക്വീൻ ഓഫ് വോൺസ്. ഓക്കെ, സോ പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് നോക്കിയപ്പോൾ ഫുൾ പോസിറ്റീവ് കാർഡ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾ ഈ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഉറക്കം കളയുകയും നിങ്ങളുടെ ഹെൽത്ത് ഇതാക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ഡെത്ത് കാർഡ്. അഗെയിൻ നിങ്ങൾക്ക് ആ ഒരു ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും റിമൂവ് ചെയ്യുക. നിങ്ങളുടെ ആ ലൈഫിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നത്, അതായത് ഇത്രയും കാര്യം നിങ്ങൾ ആ ഒരു കഷ്ടതയിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ആ ഒരു കഷ്ടതയൊക്കെ ഒരു എൻഡിൽ വരാൻ പോകുന്നു. നിങ്ങൾക്കൊരു പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഫൈനലി നമുക്ക് ക്വീൻ ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റുമെന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചറാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങളത് മിസ്യൂസ് ചെയ്യാണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ ചെയ്യേണ്ടത് പാസ്റ്റിലുള്ള ട്രോമാസ്, നെഗറ്റിവിറ്റീസ് ഇതെല്ലാം റിമൂവ് ചെയ്യുക, റിലീസ് ചെയ്ത് പോസിറ്റീവ്സിനെ മാത്രം അട്രാക്റ്റ് ചെയ്ത് ലൈഫിൽ മുന്നോട്ട് പോവുക. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, ഡിവൈൻ ടൈമിങ്സിൽ വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, സോ നമ്മൾ ഓവറോൾ റീഡിങ്സ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് നിങ്ങളുടെ വ്യക്തി ബുദ്ധിമുട്ടുന്നതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി റിമൂവൽ ഇമ്മീഡിയറ്റ്ലി നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ അദ്ദേഹം ആ ഒരു വേദന അറിഞ്ഞ് ലാസ്റ്റ് ആ ഒരു വ്യക്തി ഇതിൽ നിന്ന് പിന്മാറുകയും, കാരണം പിന്മാറാണ്ട് വേറെ വഴിയില്ല, കാരണം അത്രയും ആ ഒരു വ്യക്തി ആ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ ഒരു വ്യക്തി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫൈനലി ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിൽ തന്നെ ആ ഒരു വ്യക്തിയെ കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ജസ്റ്റിസ് കാർഡ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു കർമ്മ അത് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അതിനുള്ളത് കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾ ക്ഷമയോട് കൂടി ഇരിക്കുക, എല്ലാം ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നടക്കും. നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഇനി നമുക്ക് എന്തെങ്കിലും ഹിഡൻ ട്രൂത്ത് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഇമോഷണലി ഫീൽ ചെയ്യുന്ന എന്താണ്, ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ മൈൻഡിൽ വിചാരിക്കുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മൈൻഡിൽ തിങ്ക് ചെയ്യുക. ഒരു നിമിഷത്തേക്ക് ആ ഒരു വ്യക്തിയെ മാത്രം നിങ്ങൾ മനസ്സിൽ കാണുക. ഓക്കെ.
ആൻഡ് നമുക്ക് ഇതിൽ നിന്നും 3 കാർഡ്സ് പിക്ക് ചെയ്യാം. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉള്ള ഫീലിങ്സ്, ഓക്കെ, കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, my life is not as together as it seems. We both know I am not the one for you. It was my fault, but I blamed you. ഓക്കെ, സോ ഇവിടുത്തെ 3 കാർഡ്സിൽ ഫസ്റ്റ് വൺ എന്തായിരുന്നു? മൈ ലൈഫ് ഈസ് നോട്ട് ആസ് ടുഗദർ ആസ് ഇറ്റ് സീംസ്. അതായത് കാണുന്ന പോലെ അത്ര ഹാപ്പി ആയിട്ടൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ ലൈഫ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രഗിൾസിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു അൺസ്റ്റേബിൾ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് ഐ ബ്ലെയിംഡ് യു. അതായത് അദ്ദേഹത്തിൻ്റെ തെറ്റായിരുന്നു, പക്ഷേ അദ്ദേഹം താങ്കളെയാണ് എല്ലാ കാര്യത്തിലും ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിനാണ് നമുക്കിവിടെ ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കർമ്മ അല്ലെങ്കിൽ ആ ഒരു ട്രൂത്ത് റിവീലാകുകയും ആ ഒരു വ്യക്തി നിങ്ങൾ അനുഭവിച്ച അതേ വേദനയിലൂടെ ആ ഒരു വ്യക്തി കടന്നു പോവുകയും ചെയ്യുമെന്നുള്ളത്. ഈ ഒരു വ്യക്തിയാണ് ഈ ഒരു നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കിയതെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. സോ അതിലൊക്കെ ആ ഒരു വ്യക്തി റിഗ്രറ്റ് ചെയ്യും, അവരുടെ മിസ്റ്റേക്സൊക്കെ അവർ റിയലൈസ് ചെയ്യുമെന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തതിൻ്റെ ഇരട്ടി അവർ സ്ട്രഗിൾ ചെയ്യും ഇൻ ഫ്യൂച്ചർ. ആൻഡ് ഫൈനൽ കാർഡ്, വി ബോത്ത് നോ ഐ ആം നോട്ട് ദ വൺ ഫോർ യു. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം നിങ്ങൾ പരസ്പരം യോജിച്ചവരല്ല എന്നുള്ളത്. സോ അതായിരിക്കാം നമുക്ക് ആ ഒരു ഡെത്ത് കാർഡ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നു, ലെറ്റ് ഗോ വരാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അൺഹെൽത്തി ആയിരുന്നു എന്ന് ഉള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾ തമ്മിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റൊക്കെ പാസ്റ്റിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം, പക്ഷേ അത് ലോങ് ലാസ്റ്റിംഗ് അല്ലായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു കണക്ഷൻ, നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷന് അത്രയും നാൾ ലാസ്റ്റ് ചെയ്തില്ല, ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലോട്ട് പോയില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നിരുന്നാലും അപ്പോൾ ഈ ഒരു ഓവറോൾ റീഡിങ്സ് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സിറ്റുവേഷൻസ്, പാസ്റ്റിലുണ്ടായിരുന്ന സിറ്റുവേഷൻസൊക്കെ റിലീസ് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന ഒന്ന് നിങ്ങൾക്ക് കിട്ടും. കാരണം ഈ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ കാരണം നിങ്ങൾ ഒരുപാട് ഇമോഷണലി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തതിനുള്ള അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിനുള്ളതൊക്കെ ആ ഒരു വ്യക്തി ഇൻ ഫ്യൂച്ചറിൽ കടന്നു പോകുമെന്നുള്ളതാണ്. ഇവിടെ കർമ്മ റിയലായിട്ട് വർക്ക് ചെയ്യും. സോ നിങ്ങളും ഇനിയും മുന്നോട്ട് പോവുക, നിങ്ങളുടെ സന്തോഷത്തിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ പൈൽ നമ്പർ 1-നുള്ള റീഡിങ്സ്. ഈ റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഇനി പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിങ്സ് നമുക്ക് നോക്കാം. സോ നിങ്ങൾ മൈൻഡ് റിലാക്സ് ആൻഡ് കാമാക്കി ഇരിക്കുക, പോസിറ്റീവ്സ് മാത്രം ചിന്തിക്കുക. ഓക്കെ, King of Swords, 5 of Swords, Page of Wands, 7 of Pentacles, Temperance, Wheel of Fortune, Knight of Sword, Ace of Wands, 5 of Wands and Judgment card. ബോട്ടം ഓഫ് ദ ഡെക്കിൽ 2 of Swords ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കിങ് ഓഫ് സ്പോർട്സ് ആണ് വന്നത്. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ ബുദ്ധിപരമായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആക്ഷൻസൊക്കെ, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും പ്രവൃത്തികളൊക്കെ മാറിയിട്ടുണ്ട്, ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ള എനർജി 5 of Swords. അതായത് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ആ ഒരു വ്യക്തിക്ക് ചതി കിട്ടി, അല്ലെങ്കിൽ ചതിക്കുകയാണ് എന്നൊരു ബോധ്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന ആ ഒരു വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട്
ആ ഒരു വ്യക്തി ഇപ്പോൾ ബുദ്ധിപരമായാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു തേർഡ് പാർട്ടി ഒരു വ്യക്തിയെ ചതിക്കുകയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. ആൻഡ് ഫൈനലി പേജ് ഓഫ് വോൺസ് എന്ന് പറയുമ്പം ഈ ഒരു വ്യക്തിക്ക് പറ്റിയ മിസ്റ്റേക്സ് ആ ഒരു വ്യക്തി റിയലൈസ് ചെയ്യുന്നു. നിങ്ങളുമായിട്ടുള്ള ആ ഒരു നിങ്ങളുടെ വില ആ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. ആ ഒരു വ്യക്തിയുടെ ഭാഗത്താണ് തെറ്റുകളെല്ലാം എന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ ഓർക്കുന്നതായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കും. ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇത് ഉടനെ തന്നെ റിമൂവ് ആകുമെന്നാണ്. കാരണം ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കറൻറ്റ്ലി ആ ഒരു ചീറ്റിങ്ങിൻ്റെ എനർജി കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ചീറ്റിങ്ങിൻ്റെ ആ ഒരു ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നീട് ഉള്ളത് നിങ്ങളെ കുറിച്ച് ഓർക്കുകയും നിങ്ങളുമായിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്സ് മിസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇതാണ് കാണുന്നത്. ആൻഡ് ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് പോസിബിൾ ആണോ എന്നൊരു കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തി ആ ഒരു മിസ്റ്റേക്സ് മനസ്സിലാക്കുകയും വീണ്ടും ആ ഒരു ട്രസ്റ്റ് റീബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നും കൂടി ഒരു ഫ്രഷ് ബിഗിനിങ്ങോടുകൂടി തുടങ്ങാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. എന്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാകുന്ന ഒരു വ്യക്തിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തെറ്റുകളൊക്കെ അദ്ദേഹം മനസ്സിലാക്കി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും മാറി നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയി മാറുന്നു. നിങ്ങളുമായിട്ടൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹം ആഗ്രഹിക്കുന്നു. സോ അതിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ടെമ്പറൻസ് വന്നിട്ടുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, ക്ഷമയോടുകൂടി ഇരിക്കുന്നുണ്ട്. ഒരുപാട് നടന്നുപോയ കാര്യങ്ങളെ കുറിച്ച് റിഗ്രറ്റ് ഉണ്ട്. ട്രോമാസിൽ നിന്നൊക്കെ ഹീലാവാൻ ശ്രമിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പൊക്കെ ഒരു ബാലൻസിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം, തീരുമാനങ്ങളൊക്കെ സ്ട്രോങ് ആയി എടുക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വന്ന് തുടങ്ങി. ആൻഡ് വന്ന് കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു പൂർണ്ണമായ ഒരു വ്യക്തത വന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തി ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. അതിന് ശേഷം നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. സോ ആ ഒരു ചേഞ്ച് വരാൻ പോകുന്നു. ആ ഒരു കാർമിക് ലെസൺസ് അതൊക്കെ ആ ഒരു വ്യക്തി അനുഭവിച്ച് കഴിഞ്ഞു, അതിൻ്റെ ലെസൺസൊക്കെ പഠിച്ചു കഴിഞ്ഞു. സോ ഇനി ആ ഒരു കാലചക്രം കറങ്ങി തിരിഞ്ഞ് വരാൻ പോവുകയാണ്. ആ ഒരു തേർഡ് പാർട്ടി ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിന്നും എക്സിറ്റായി പോകാൻ പോകുകയാണ്. ആൻഡ് ആ ഒരു ഡിവൈൻ ടൈമിങ്, അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് നൈറ്റ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. സോ അവിടെ നമുക്ക് നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. ഈ ഒരു സമയത്തിന് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സോ ആ ഒരു കറക്റ്റ് റൈറ്റ് ടൈം ആകുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യും, എന്തായാലും നിങ്ങളിലേക്ക് തിരിച്ച് വരും എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത്രയും സ്നേഹത്തോടു കൂടി, അത്രയും പാഷനേറ്റ് ആയിട്ട് വീണ്ടും ഒരു റീകണക്ഷന് വേണ്ടിയിട്ട് അദ്ദേഹം വരുമെന്നുള്ളതാണ്. പിന്നീട് നോക്കുമ്പോൾ നമുക്ക് ഏസ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഇരിക്കുകയാണ്. സോ നിങ്ങളിലേക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ആ ചിന്തകളിലൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം ഇനി ഫ്യൂച്ചറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ആ ഒരു വ്യക്തി വരികയും ചെയ്യും. ഒരു കോൾ, മെസ്സേജ്, മീറ്റിങ്സ്, അങ്ങനെ എന്തെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റിന് ആ ഒരു വ്യക്തി വരും. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 5 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. സോ അവിടെ നമുക്കൊരു ആർഗ്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്, ഒരു ഫൈറ്റ് പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട്. മേ ബി അത് നിങ്ങളുടെ പാർട്ട്ണറും തേർഡ് പാർട്ടി ആയിട്ടുള്ളൊരു ഫൈറ്റ് ആകാനും ചാൻസ് ഉണ്ട്. എന്തായാലും അദ്ദേഹം നിങ്ങളെ അപ്രോച്ച് ചെയ്യും. ആൻഡ് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് കാണുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോൾ ഒരു ഫൈനൽ ഡിസിഷൻ, അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ വരികയും ഒരു വേക്കപ്പ് കോൾ പോലെയാണ്. അപ്പോൾ ഇതിനൊരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാകുമെന്നൊരു മെസ്സേജാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവർ ആ ഒരു സ്പിരിച്വൽ ജേർണി, അല്ലെങ്കിൽ സ്പിരിച്വൽ ലെസൺസിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അവർക്ക് എന്താണ് സത്യമെന്നോ, ആ ഒരു ട്രൂ കണക്ഷൻ എന്താണ്, ആ ഒരു ട്രൂ ലവ് എന്താണെന്ന് അവർ റിയലൈസ് ചെയ്യുകയും അവർക്ക് ആ ഒരു അവർ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു വ്യക്തത അവർക്ക് വരും എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി അവർ നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യുമെന്നുള്ളതാണ്. ആൻഡ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ 2 ഓഫ് സോർഡ്സ് ആണ് വന്നിരുന്നത്. സോ 2 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പം പിന്നീട് നിങ്ങളുടെ തീരുമാനം എന്താകുമെന്നൊരു ഇതാണ്. അതായത് നിങ്ങൾ എന്ത് ഓപ്ഷൻ ചൂസ് ചെയ്യണം, നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണം എന്നൊരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ
എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. ആൻഡ് ആ ഒരു ഡിസിഷനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്തായാലും നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂണും ജഡ്ജ്മെൻറ്റ് കാർഡും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഈ ഒരു സാമീപ്യം ഇനി ഒരുപാട് കാലം ഉണ്ടാവത്തില്ല. എന്തായാലും അതിനൊരു അവസാനം വരാൻ പോവുകയാണ്. പിന്നെ 5 ഓഫ് വോണ്ടും 5 ഓഫ് സോഡ്സും നമുക്ക് അവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളും തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഫൈനലി നിങ്ങളുടെ ഡിസിഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പേജ് ഓഫ് പെൻഡക്കിൾസ്, ഫൂൾ കാർഡ് ആൻഡ് ക്വീൻ ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, സോ ഈ ഒരു അഡ്വൈസ് നോക്കുമ്പോഴത്തേക്കും ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് കാണുന്നുണ്ട്. സോ പേജ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഓവർ സ്ട്രെസ് ചെയ്ത് അവരെ സ്റ്റോക്കിങ് ചെയ്ത് അവരെ പിറകെ പോയി നിങ്ങളുടെ ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ മെൻ്റൽ പീസ് കളയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എനർജി നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയിട്ടും നിങ്ങളുടെ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യാനാണ് നമുക്ക് ഫസ്റ്റ് ഗൈഡൻസിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടതൊരു സ്റ്റേബിളായിട്ടുള്ളൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വേണ്ടത്. സോ നിങ്ങളുടെ സൈഡ് ഫസ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്, അതായത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ്, നമുക്ക് ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. സോ പുതിയൊരു ബിഗിനിങ്ങിൻ്റെ ഒരു പവർഫുൾ കാർഡാണ് ഫുൾ കാർഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് നിങ്ങൾ എന്താണോ ഭയക്കുന്നത് അതിനെയൊക്കെ ഓവർകം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങൾ പുതിയൊരു എനർജിയോട് കൂടി പുതിയൊരു ലൈഫ് എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരു ന്യൂ ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരാൻ പോവുകയാണ്. ആൻഡ് ഫൈനലി നമുക്ക് ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. സോ ക്വീൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആൻഡ് അതിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് ചുറ്റിനുള്ളവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് അതിനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇമോഷണലി ഡ്രെയിനായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കറൻ്റ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പവർഫുൾ ആകണം എന്നൊരു മെസ്സേജാണ് നമുക്കതിന് കിട്ടുന്നത്. എന്തായാലും നിങ്ങൾ ആരെയും ചേസ് ചെയ്യാനോ ഒന്നിനും പിറകെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങളെ എന്തായാലും യൂണിവേഴ്സ് കൈവിടില്ല. നിങ്ങളെ കറക്റ്റായ ഡയറക്ഷനിലൂടെ ആയിരിക്കും യൂണിവേഴ്സ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ കൂടെ പോകണം എന്ന് മാത്രമേ ഉള്ളൂ. പഴയ കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾ സ്റ്റക്കായി നിൽക്കരുത്. ഓക്കെ. സോ ഇനി നമുക്ക് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾ ആ ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുക. 3 പ്രാവശ്യം ആ വ്യക്തിയുടെ പേര് മൈൻഡിൽ റിപ്പീറ്റ് ചെയ്യുക. അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. So first card, I lost myself for a little while. Secondly നമുക്ക് വന്നിട്ടുള്ളത് I bury myself in work to forget you. And third വന്നിട്ടുള്ളത് I know I messed up everything. Okay. സോ ഐ ലോസ്റ്റ് മൈസെൽഫ് ഫോർ എ ലിറ്റിൽ വൈൽ. നമുക്ക് ആ ഒരു 5 ഓഫ് സോഡ്സിൻ്റെയും 5 ഓഫ് വോൺസിൻ്റെയും എനർജിയാണ് കാണുന്നത്. അതായത് ആ ഒരു വ്യക്തി കൺഫ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ലോസ്റ്റ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലും ആ ഒരു വ്യക്തി സ്വയം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ എവിടേക്കോ എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ ആയിരുന്നു ആ ഒരു വ്യക്തിയുടെ അവസ്ഥ, ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ. ആ ഒരു വ്യക്തിക്ക് ഒരു അൺസ്റ്റേബിൾ ആയിട്ടൊരു ഫീലിംഗ് ആയിരുന്നു ഈ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്നത്.
സോ ആ ജഡ്ജ്മെൻറ്റ് കാർഡൊക്കെ ആ ഒരു വ്യക്തി ആ ഒരു തെറ്റുകൾ റിയലൈസ് ചെയ്യുന്നതും ആ ഒരു വ്യക്തി തെറ്റുകളിൽ നിന്നും ഉണർന്ന് എണീക്കുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഐ ബെറി മൈസെൽഫ് ഇൻ വർക്ക് ടു ഫോർഗെറ്റ് യു. നിന്നെ മറക്കാനായിട്ട് ഞാൻ എൻ്റെ വർക്കുകളിലാണ് ഫോക്കസ് ചെയ്തത്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താണ് ഞാൻ നിന്നെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. സോ 7 ഓഫ് പെൻറ്റക്കിൾസും പേജ് ഓഫ് പെൻറ്റക്കിൾസൊക്കെ കാണിക്കുന്നത് ആ ഒരു വ്യക്തി മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ എഫേർട്സ് ഇട്ടുകൊണ്ട് നിന്നു, അല്ലെങ്കിൽ മറ്റു വർക്കുകളിലും ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്ത് ആണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരെ തന്നെ ബിസിയാക്കി വെച്ച് ഈ പഴയ കാര്യങ്ങളൊക്കെ മറക്കാനാണ് ഒരു വ്യക്തി ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഫൈനൽ കാർഡ് ഐ നോ ഐ മെസ്ഡ് അപ്പ് എവറിത്തിങ്. ആൻഡ് ആ ഒരു വ്യക്തി സമ്മതിക്കുകയാണ്, അതായത് ആ ഒരു വ്യക്തി തന്നെയാണ് ഇതെല്ലാം റിലേഷൻഷിപ്പിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ടതും അത് ഈ അവസാനിപ്പിച്ചതും എല്ലാം ഒരു വ്യക്തി തന്നെയാണ് എന്ന് ആ ഒരു വ്യക്തി അഡ്മയർ ചെയ്യുന്നതായിട്ടാണ് ഫൈനൽ കാർഡിൽ വന്നിട്ടുള്ളത്. സോ ആ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡിൻ്റെ തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് ആ ഒരു റിയലൈസേഷൻ വരുന്നു, കർമ്മ എഫക്റ്റ് ആവുന്നു, അവരുടെ മിസ്റ്റേക്സ് അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അവരുടെ പ്രവൃത്തികളിൽ ഉള്ള അനന്തരഫലം അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു ഗിൽറ്റി ഫീലൊക്കെ ഉണ്ട്, അവർക്ക് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ അവർക്ക് എങ്ങനെ നിങ്ങളെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, കാരണം അവർ നിങ്ങൾ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ടാകാം. സോ നിങ്ങളിലേക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ആ ഒരു വ്യക്തി തെറ്റുകളൊക്കെ മനസ്സിലാക്കുകയും നിങ്ങളോട് അത്രയും സ്നേഹത്തോടു കൂടി അപ്രോച്ച് ചെയ്യണം, നിങ്ങളുമായിട്ട് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി ആ ഒരു വ്യക്തി ആഗ്രഹിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ റീഡിങ്സിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ പൈൽ നമ്പർ 2 റീഡിങ്സ് വന്നിട്ട്. സോ ഈ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനെ നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.